ഹായ് ഹലോ ലിവിങ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഐറക്കുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐറ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽക്കൗനീജ് വാക്ക് ലാസ്റ്റ് എക്സിറ്റ് ദുബായ് ആണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള മാളിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾ ലീവിലാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു മ്യൂസിക് കയറുമ്പോൾ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് എമിറാത്തി ഡാൻസ് ഉള്ളതാണെന്ന് തോന്നുന്നു. പെരുന്നാൾ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. അതോ ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാവാറുണ്ടോ എന്തെങ്കിലും സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് എന്നറിയില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് അത് കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എമിറാത്തി ഡാൻസൊക്കെ കണ്ട് മാളിനുള്ളിൽ നിന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എ സിയിൽ നിൽക്കുന്ന പോലെയല്ല, പുറത്ത് നല്ല ചൂടാണ്. എങ്കിൽ കൂടി നമുക്ക് കുറച്ചുകൂടി പച്ചപ്പൊക്കെ കാണുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം ഈ മാളൊക്കെ കാണുന്നതിനെക്കാട്ടും. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള ശില്പങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു. എന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് പെരുന്നാൾ ലീവ് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നല്ല ഫൗണ്ടെയിനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് മീനുകളുണ്ട് ഈ വെള്ളത്തിൽ. ഗപ്പി മാത്രമല്ല, കുറച്ച് വലിയ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. മീനുകളെ കണ്ടപ്പോൾ തന്നെ ഏതങ്കുട്ടനും ഐറയ്ക്കും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരെയും നിർത്തിയിട്ട് മീനുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചൂട് അൺസഹിക്കബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചൂടില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. കുഞ്ഞു മീനുകൾ മാത്രമല്ല, നല്ല വലിയ വലിയ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വലിയ മീനുകളൊന്നും അങ്ങനെ കൊത്താൻ വരുന്നുണ്ടായിരുന്നില്ല. ഇവിടെ പകല് കാണാൻ വേറൊരു ഭംഗിയാണെങ്കിൽ രാത്രി അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമാണ്. നമ്മൾ പിക്ചേഴ്സൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ വരാമെന്ന് തന്നെ തീരുമാനിച്ചത് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു പ്രോമിസ് ബ്രിഡ്ജ്. ഇവിടെ അങ്ങനെ ഒരുപാട് ലോക്സ് ഇട്ടിട്ടുണ്ട്, പേരൊക്കെ എഴുതിയിട്ട് ലോക്സ് ഇട്ടിട്ടുണ്ട്. ഇതും രാത്രി നല്ല ലൈറ്റ്സൊക്കെ ഓണാക്കി കഴിയുമ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. ഇതിലൂടെ നടക്കാനൊക്കെ നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞുള്ളൂ, തണുപ്പ് കാലത്ത് വരാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. പക്ഷെ നമ്മൾ വന്ന് നല്ല ചൂടുള്ള സമയത്താണ്.
അപ്പോൾ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നു. നല്ല രസമുള്ള ഫോട്ടോ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ കാണുന്ന പോലെയല്ല, കുറച്ചധികം ഏക്കർ കണക്കിന് ഏരിയ ഉണ്ട്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഭയങ്കര ലക്ഷറിയാണ്, നമ്മളെ കൊണ്ടൊന്നും താങ്ങുന്നതല്ല. പിന്നെ ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല തണലുണ്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്നിട്ട് അയരയ്ക്കും ഏതംകൂട്ടനും പാലും അയരയ്ക്കും ഫുഡൊക്കെ കൊടുത്തു. കാരണം എല്ലാ പിള്ളേരൊക്കെ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ചൂട് കൂടിയായ കാരണം നമുക്ക് പെട്ടെന്ന് തളരുന്നുണ്ട്, ഒരുപാട് നടക്കാനും ഉണ്ട്. പൈരക്കുട്ടി ഏതൻകുട്ടിൻ്റെ പാല് കുടി കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, കളിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ബോറടിച്ചു തുടങ്ങി. ഏതൻകുട്ടിൻ്റെ ആണെങ്കിൽ പാല് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിഷിംഗ് വെല്ല് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കോയിൻസൊക്കെ ആ വെല്ലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആഗ്രഹിച്ച് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നടക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസമാണെന്ന് തോന്നുന്നു, നമ്മുടെ ലവ് ലോക്കൊക്കെ പോലെ. അപ്പോൾ ലൈറ്റ് പോണതിന് മുന്നേ ഏതിനെ ആയിരേനെ അവിടേക്ക് ഇരുത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫൺ ട്രെയിൻ റൈഡ് ഉണ്ട് കിഡ്സിനായിട്ട്, അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഐരയും ഏതിനും വാശി പിടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പൈസയൊക്കെ അന്വേഷിച്ചപ്പോൾ 25 ദിർഹമാണ് ഒരാൾക്കുള്ളത്. പിന്നെ ഏതൻ തന്നെ അങ്ങനെ ഇരിക്കാറാവാത്ത കാരണം എനിക്ക് കൂടി പോവായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു, അതിനാണ് 25 ദിർഹം. എന്നാലും കുഴപ്പമില്ല, പിള്ളേർക്ക് എൻജോയ് ചെയ്യാനായിട്ട് അടിപൊളിയായിരുന്നു. കൊക്കോമെലൻ സോങ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പറയണ്ടല്ലോ, ആ ഒരു പാട്ട് കേട്ടാൽ തന്നെ പിള്ളേർ അതിൽ കയറണം എന്ന് പറയും. നല്ല രസമുണ്ടായിരുന്നു. കുറച്ചധികം ഏരിയ കവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തീരുന്നതാണ്, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ ഒരുപാട് ഏരിയയിലേക്ക് അതും കൊണ്ടിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എമൗണ്ട് എത്രയാണ്, എവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം ഏരിയയിലേക്ക് പോയി. അപ്പോൾ എവിടെയാണ് കറക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നറിയാതെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ലൈറ്റ്സൊക്കെ ഓണാക്കിയിട്ടുണ്ട്. പക്ഷേ ഇരുട്ടായിട്ടില്ല. ഇവിടെ സമ്മർ സീസൺ ആയ കാരണം ലേറ്റ് ആയിട്ടാണ് ഇരുട്ടാവുക. അപ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം സമയം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷന് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഐറേനെ ഏതിനും നമ്മൾ ഇങ്ങോട്ട് അടുപ്പിച്ചില്ല, കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇതിലും കയറണം എന്ന് പറയും. അപ്പോൾ നമ്മൾ കുറച്ച് നീറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു, നല്ല സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് എല്ലാ ഏരിയ ഒക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർഗർ കഴിക്കുകയാണ്. റേറ്റിനെ പറ്റി പ്രത്യേകം പറയണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ നടന്ന് ക്ഷീണിച്ച് നമുക്ക് എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല, ഇവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഷോപ്പിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കൊടുത്തതാണ് ആ ബലൂണ് ഐറയ്ക്കും ഏതനും. ഇങ്ങനെ ബലൂണൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് ഐറക്കുട്ടി ഇൻട്രോ ഒക്കെ പറഞ്ഞു തന്നത്.
നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ അവിടേക്ക് വീണ്ടും പോവാണ്, പ്രോമിസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് തന്നെ. കാരണം രാത്രി നല്ല കളർഫുള്ളാണ്, അവിടെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ് കുറച്ചുകൂടി ഭംഗി. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട ആർച്ചാണ് കേട്ടോ അത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നല്ല തണലാണ്, അവിടെ ഇരുന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തില്ലേ, ആ ഒരു സ്ഥലമാണ് കേട്ടോ. ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ബ്രിഡ്ജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല രസമുണ്ടായിരുന്നു. സമ്മറിലായ കാരണം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ചൂടിൻ്റെ. വിൻ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസാണിത്. പിന്നെ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ആ ഒരു ഫൺ ട്രെയിൻ റൈഡും അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിലുള്ള ആ ഒരു റൈഡ് അതൊക്കെ തന്നെയേ ഉള്ളൂ. പ്ലേ ഏരിയ അങ്ങനത്തെ സെക്ഷനൊന്നുമില്ല. പക്ഷേ കപ്പിൾസിനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളും സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫാമിലി ആയിട്ട് നമുക്ക് വന്നിരിക്കാൻ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലേസാണ്. അപ്പോൾ വരാത്തവർ തീർച്ചയായിട്ടും വരാം, UAE-ലുള്ളവർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.